ഹായ് ഗായ്സ്, DC written ആൻഡ് ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ് എന്നുള്ള ഫ്രെയിമിൽ നിന്നും സ്റ്റാറിംഗ് ലോകേഷ് കനകരാജ് എന്നുള്ള ഫ്രെയിമിലേക്കുള്ള മാറ്റം എന്നെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റ് ചെയ്യിച്ച ഒന്നാണ്. കാരണം പുള്ളിയുടെ തന്നെ പടങ്ങളായ വിക്രം, മാസ്റ്റർ, മാനഗരം, പിന്നെ ഇതെല്ലാം പുള്ളി നന്നായിട്ട് ഡയറക്റ്റ് ചെയ്ത്, കൂടാതെ പുള്ളി തന്നെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അത് എൻജോയ് ചെയ്ത് വരുന്ന സമയത്ത് പുള്ളിക്ക് അവിടെ ഇവിടെയും പാളിച്ചകൾ പറ്റി. ബട്ട് പുള്ളി ഒരു ഡയറക്ടറായിട്ട് കംബാക്ക് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ പ്രതീക്ഷയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് DC എന്ന് പറയുന്ന പടത്തിനകത്ത് പുള്ളിയുടെ കിടിലൻ പെർഫോമൻസ്. എന്താ പറയാ, പുള്ളി പുള്ളി ചെയ്ത് വെച്ചേക്കുന്ന ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നിഗൂഢത, ഭയങ്കര ഗൗരവം നിറഞ്ഞ ഒരു ക്യാരക്ടറാണ്. അത് പുള്ളി എന്താ പറയാ, വിടാതെ ആ സിനിമയിലുടനീളം പുള്ളി ആ ക്യാരക്ടർ വിടാതെ പെർഫോം ചെയ്തെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഇതിനകത്ത് അനിരുദ്ധിൻ്റെ BGM, ഈ പടത്തിൻ്റെ മെയിൻ ബാക്ക് ബോൺ അനിരുദ്ധാണ്. ആ എന്താ മറ്റേ രാഘവാസ് റിവെഞ്ചോ, രംഗാസ് റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സോങ്ങിൻ്റെയൊക്കെ പ്ലേസ്മെൻ്റൊക്കെ ഗൂസ് ബംപ്സ്. നിങ്ങള് നിങ്ങളെന്താ പറയാ, ഒരുപാട് പേരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ട് കാണും. പിന്നെ എന്താ പറയാ, റിവ്യൂസും കാര്യങ്ങളും കണ്ട് കണ്ട് തലയിലിങ്ങനെ ഓരോന്ന് കേറ്റി പോകാതെ ഒരു സീറോ എക്സ്പെക്റ്റേഷനോട് കൂടി ഈ പടം കണ്ടു കഴിഞ്ഞാൽ യു യു വിൽ ഗോണ ബി എ ബ്ലാസ്റ്റ്. എന്ത് എന്ത് രസമായിട്ടാണ് ഇതിനകത്ത് ഓരോ സോങ്ങും, മീൻസ് BGMും കാര്യങ്ങളൊക്കെ അനിരുദ്ധ് പ്ലേസ് ചെയ്തേക്കുന്നത്. കാരണം ഈ പടത്തിനകത്ത് കുറേ ഫൈറ്റ് സീക്വൻസിൻ്റെ ഷോട്ട്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കയാണ്. ഇതിൻ്റെ ഡയറക്ടർ ഓരോ ഫൈറ്റും കാര്യങ്ങൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്ന ഷോട്ട്സ്, ഫ്രെയിംസ് എല്ലാം ടോപ്പ് നോച്ചിലുള്ള സാധനങ്ങളാണ്. അതിൻ്റെ കൂടെ അനിരുദ്ധിൻ്റെ BGMും കൂടെ വരും. അപ്പം നമ്മളാ ഫ്രെയിംസിലും കാര്യങ്ങളിലും എല്ലാം ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പം അതിൻ്റെ കൂടെ അനിരുദ്ധിൻ്റെ BGMും കൂടെ ആകുമ്പം നമുക്ക് പ്രതീക്ഷിച്ചതിലും ഇരട്ടിയായിട്ടാണ് ആ തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക. അപ്പം ഇതിനകത്ത് പിന്നെ എടുത്തു പറയേണ്ട കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ വാമിക, സെക്കൻഡ് ഹാഫ് മുതൽ വാമിക്കയുടെ അഴിഞ്ഞാട്ടാണ് ഈ പടം. വാട്ട് എ പെർഫോമൻസ്! അടിപൊളി പെർഫോമൻസ് ആണ് ഇതിനകത്ത്. വാമിക്കയുടെ എനിക്ക് തോന്നുന്നു കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഇതിനെ കണക്കാക്കാം. പിന്നെ ഇതിനകത്ത് ഉള്ള ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. ഇതിനകത്ത് ഈ DC എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷേ സിമ്പിൾ സ്റ്റോറി വെച്ചുകൊണ്ട് ഇതിനകത്ത് കുറേ ആക്ഷൻ സീക്വൻസ്, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു റേറ്റഡ് മൂവിയാണ്. സോ ഫാമിലിയും കാര്യങ്ങളും ആയിട്ട് ആരും പോകാതിരിക്കാം. പോകാതിരിക്കാം. ബട്ട് ഇതിനകത്ത് കുറേ തെറി വിളി, പിന്നെ ബ്രൂട്ടൽ സീൻസ്, പിന്നെ വയലൻസും കാര്യങ്ങളൊക്കെ നല്ലപോലെ കുത്തി കയറ്റിയിട്ടുള്ള പടങ്ങളാണ്. സോ നിങ്ങൾ പടം കാണാൻ പോകുമ്പോൾ, ഫാമിലിയായിട്ട് പോകുമ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സിനിമ കാണാൻ പോകാമെന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ ഈ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അരുൺ മതേശ്വരൻ. പുള്ളിയുടെ തന്നെ പടങ്ങളായിട്ടുള്ള റോക്കി, പിന്നെ ക്യാപ്റ്റൻ മില്ലറുടെ ഡയറക്ടർ സാനികൈതം. കീർത്തി സുരേഷിനെ വെച്ച് 2022 സാനികൈതം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. അപ്പം പുള്ളി ആ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളിയുടെ ഓരോ ഫ്രെയിംസിലും പുള്ളി വെക്കുന്ന ഷോട്ട്സും കാര്യങ്ങളും, ഫൈറ്റ് സീക്വൻസിലാണെങ്കിൽ പുള്ളി കൊടുക്കുന്ന ഫ്രെയിംസും കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ട് BGM കിട്ടി അങ്ങനെ ഉണ്ടാവും. അത് ഇവിടെ ഈ പടത്തിനകത്ത് കിട്ടി. അതാണ് അനിരുദ്ധ് ഒരു പടം, ഒരു സ്റ്റോറി കാര്യങ്ങളും വെച്ച്, ഒരു സിമ്പിൾ സ്റ്റോറി ആണെങ്കിൽ പോലും അനിരുദ്ധ് മ്യൂസിക് വെച്ച് അതിനെ എത്രത്തോളം ഹൈ ലെവലിൽ എത്തും എന്നുള്ളത് നമ്മൾ ജയിലറിൽ കണ്ടതാണ്. അപ്പം പുള്ളിയുടെ കയ്യിൽ ഒരു നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളും, പിന്നെ അടിപൊളി ഫ്രെയിംസും, ഫൈറ്റ് സീക്വൻസിൻ്റെ ഫ്രെയിംസും ഷോട്ട്സും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ മികച്ചതാക്കാം, എങ്ങനെ ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാം എന്നുള്ളത് പുള്ളി ഈ പടത്തിലൂടെ കാണിച്ചു തന്നു. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് അനിരുദ്ധ് ഈ പടത്തിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സഞ്ജന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. വാമിക ഗബ്ബിയുടെ നായിക വേഷത്തിന് കൂടെ തന്നെ ഈ പടത്തിനകത്ത് വേറൊരു ലേഡി
റോള് ഉണ്ട്. അത് ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഉള്ള ആ ഒരു ലേഡി ക്യാരക്ടറിൻ്റെ പെർഫോമൻസും പിന്നെ കുറച്ച് എമോഷണൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ ഇതിനകത്തുള്ള അതാണ്. ഇതിനകത്ത് നമ്മുടെ ഓഡിയൻസിനെ എമോഷണലി ഈ പടം കുറേ കാര്യങ്ങളിൽ കണക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ കണക്റ്റായി അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ അനിരുദ്ധിൻ്റെ ബീജിഎമ്മും പിന്നെ ഫൈറ്റ് സീക്വൻസിൽ ഓരോ ഡയറക്ടറിൻ്റെ ആയാലും ഈ പടത്തിനകത്ത് കൊടുത്തേക്കുന്ന ഫ്രെയിംസും കാര്യങ്ങളും എല്ലാം വെച്ച് നമുക്ക് ഈ പടം കാണുമ്പോൾ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ അതിൻ്റെ പീക്ക് ലെവൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളിയായിട്ടാണ് ഇതിനകത്ത് പെർഫോം ചെയ്തേക്കുന്നത്. എന്താ പറയുക, ലോകേഷ് കനകരാജിൻ്റെ കൂടെയുള്ള 1-2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇതിനകത്തുള്ള പെർഫോമൻസ് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് 3 പേരാണ്. സാറത് ചന്ദ്ര ചട്ടോപധൈ, ഫ്രാങ്ക്ലിൻ ജേക്കബ്, അരുൺ രഞ്ജൻ. ഇതിൻ്റെ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്റ്റോറിയാണ്. സിമ്പിൾ സ്റ്റോറി ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ സ്റ്റോറി വെച്ചുകൊണ്ട് തന്നെ ഇത് ഈ എന്താ പറയുക, ഒരുപാട് ഫൈറ്റ് സീക്വൻസിൻ്റെയൊക്കെ പുള്ളി ഇതിൻ്റെ ഡയറക്ടർ അരുൺ മാധേശ്വരൻ കൊടുത്തേക്കുന്ന ഫ്രെയിംസാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്. കിടിലം ഫ്രെയിംസാണ് കേട്ടോ. കിടിലം ഫ്രെയിംസാണ് ഫൈറ്റിനെ കൂടെ പുള്ളി കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ അനിരുദ്ധിൻ്റെ ബീജിഎം കൂടെ അങ്ങ് വരുമ്പോഴത്തേക്കും അനിരുദ്ധ് ഇതിനകത്ത് ഇൻ്റർവെൽ സീക്വൻസിലും അതേപോലെ തന്നെ ക്ലൈമാക്സ് സീക്വൻസിലും നമ്മുടെ ആ ഒരു രംഗ റിവെഞ്ച് പറഞ്ഞിട്ടുള്ള ആ സാധനം കൊടുക്കുമ്പോൾ കിട്ടുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പീക്കാണ്. പിന്നെ കുറേ പേരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്നും ചോദിക്കാതെ പോയിട്ട് തിയേറ്ററിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം നമ്മൾ ഓരോരുത്തരുടെ അഭിപ്രായം കേട്ട് തലയിൽ വെച്ച് ഇതിൻ്റെ ഒരു 200% ഈ പടം നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നതിന് നമ്മൾ തലയിൽ കയറ്റി ഒരു 200-300% ഓരോരുത്തരുടെ അഭിപ്രായം കേട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. സോ മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കാതിരിക്കുക. എന്തായാലും നിങ്ങൾ കൊടുക്കുന്ന പൈസയുടെ റിസൾട്ട് നിങ്ങൾക്ക് ഇൻ്റർവെൽ ബ്ലോക്കിലും ക്ലൈമാക്സ് ബ്ലോക്കിലും കിട്ടിയിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.